നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സ്വിച്ച് ഓഫ്. എന്റെ പൊന്നെ, എവിടെ നിന്ന് കിട്ടിയോ? ഞാനാണോ കൊണ്ടുവന്നത്? ബോസ് അല്ലേ കൊണ്ടുവന്നത്? അന്നത്തെ ഫ്ലൈറ്റ് ടിക്കറ്റ് മാറ്ററോട് കൂടി ബോസിന് തന്നെ വിശ്വാസമല്ലോ. ഇപ്പൊ എന്താ എന്നെ കണ്ടില്ലേ? തെറ്റ് ചെയ്തത് അനാമിക. ആരോട് ചോദിച്ചിട്ടാണോ എന്റെ കൂടെ പോയെ? എന്റെ പ്ലാൻ എല്ലാം നശിപ്പിച്ചോളാം. ബോസ് ബോസ് ബോസ്, ഇപ്പൊ അതൊന്നും സമയമല്ല ബോസ്. ആക്സിഡന്റ് ഇപ്പൊ തന്നെ പോയി ബ്ലോക്ക് ചെയ്യണം ബോസ്. ഇതിപ്പോ ആരും ഫോൺ എടുക്കുന്നില്ലല്ലോ, പിന്നെ ഇത് ഞാൻ എങ്ങനെ തടയാനാ? ഓം നമഃ ശിവായ. തുളസി, ഇതുപയോഗിച്ച് നമുക്ക് ആ പയ്യനുള്ള സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റും. എന്റെ ജ്ഞാനദൃഷ്ടി പ്രകാരം ആ പയ്യൻ നമ്മുടെ നേർക്ക് വരുന്നുണ്ടോ എന്ന് എനിക്കൊരു തോന്നൽ. ഇന്ന് ഗ്രഹണമല്ലേ, ഈ ഒരു ദിവസം ആ പയ്യന്റെ ജീവൻ നഷ്ടപ്പെടാതെ സംരക്ഷിച്ചാൽ ഈ നാശം തടുക്കാൻ സാധിക്കും. ഞാനിത് വിശ്വസിക്കുന്നുണ്ട് ഗുരുജി. കാരണം ദൈവശക്തി നമ്മുടെ ഭാഗത്താ ഉള്ളത്. ഞാൻ എന്റെ ജീവൻ കൊടുത്തെങ്കിലും ആ പയ്യന്റെ ജീവൻ രക്ഷിക്കും. ഇത് സത്യം. വേഗം വാ, സമയമായി. സാമ്പ, നമുക്ക് ഏത് വഴിക്കാ പോണ്ടത്? ഇതാ, ഈ ദിശയിൽ. ശരി, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അവനെ കണ്ട നിമിഷം തന്നെ നട്ടിലിന്റെ ആയുധം കൊണ്ട് കൊന്നേക്കവനെ. ഇല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചത് സാധിക്കാൻ ഒരു യുഗം തന്നെ എടുക്കും. മനസ്സിലായില്ലേ? വേഗം വാ. നിങ്ങൾ എന്തുദ്ദേശത്തോടെയാണ് ആ പയ്യന്റെ അടുത്തേക്ക് പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതൊരിക്കലും നടക്കില്ല. എടാ, നിന്നെ ജീവനോടെ വിട്ടത് തന്നെ നീ എന്ത് നടക്കില്ല എന്ന് വിചാരിച്ചോ? അത് നടക്കുന്നത് കാണാൻ വേണ്ടിയാ. ആദ്യം വഴിമാറ്. പറ്റില്ല. പറ്റില്ലേ? നിന്നെ സാമ്പ, നീ ഇവിടെ നിൽക്ക്. ചെകുത്താമാരുടെ ശക്തി എന്താണെന്ന് ഞാൻ ഇപ്പൊ തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കാം. തുളസി, ഇവരെ ഞാൻ നോക്കിക്കോളാം. നീ പൊയ്ക്കോ. ശരി ഗുരുജി, പൊയ്ക്കോ. സാമ്പ, അവനെ വിടരുത്. പിടിക്ക്. ഓ
പോ, വിടരുത്, പോയിക്കോ. എനിക്കൊരു ഡൗട്ട്. എന്താ ഡൗട്ട്? ഫ്യൂച്ചറില് നമുക്കൊരു കുട്ടി ഉണ്ടാവുമ്പോഴേ നമ്മൾ എന്ത് പേരായിരിക്കും ഇടാന്ന് എപ്പോഴെങ്കിലും നീ ചിന്തിച്ചിട്ടുണ്ടോ നന്ദ? അതിനാദ്യം ജനിക്കാൻ പോകുന്നത് ആണാണോ പെണ്ണാണോ എന്ന് അറിയണ്ടേ? അത് ശരിയാ. ആൺകുട്ടിയാണെങ്കിലോ? ആൺകുട്ടിയെ ജനിക്കുന്നെങ്കിൽ വേലായുധൻ തമ്പി. എന്താ? ശ്രീ വക്കാലത്ത് വേലായുധൻ തമ്പി എന്ന് പേര് വെക്കാന്ന്. എന്റെ അച്ഛന്റെ പേരല്ലേ അത്. പേരൊക്കെ കൊള്ളാം, പക്ഷെ വിളിച്ചു തീരുമ്പോഴത്തേക്കേ സമയം കുറെ പോകും. കളിയാക്ക. അല്ല, നീ ആണെങ്കി എന്ത് പേര് വെക്കും? പറയൂ കേക്കട്ടെ. ആൺകുട്ടിയാണെങ്കി ഞാൻ കാർത്തിക് എന്ന പേരിട. കാർത്തിക? അതാരാ? നിന്റെ അച്ഛന്റെ പേരാ? അല്ലല്ലല്ല, അലൈപ്പായ സിനിമയിലെ ഹീറോയുടെ പേരാ. കൊള്ളാമോ? അത്ര നല്ലതായിട്ടൊന്നും തോന്നില്ല. ഒരുപാട് ഓവറാക്കല്ലേ. എന്തായാലും നീ കണ്ടുപിടിച്ച ആ പേരിനെക്കാളും എത്രയോ നല്ലതാണ് കാർത്തിക് എന്ന പേര്. ഏയ്, എന്താ അതിന്റെ ഇടയിൽ നീ എന്റെ അച്ഛന്റെ പേരിനെ കളിയാക്ക? എന്റെ കൊച്ചിന് ഞാൻ വെക്കുന്നതാണ് പേര്. അത് കൊള്ളാലോ. പ്രസവിക്കുന്നത് ഞാനും പേരിടുന്നത് നീയും ആണെന്നോ? ഇതിന് ഞാനൊരു പരിഹാരം പറയാം. സമ്മതിക്കാൻ പറ്റോ? എന്ത്? അത് പറയണമെന്ന് നിർബന്ധമാ. കേക്കണം. വാ, അടുത്ത് വാ, പറയട്ടേന്ന്. അടിക്കല്ലേ, പറയുന്നേക്ക്. ഒന്ന് വെറുതെ ഇരി.